വീഴ്ചയിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. ഞാനും ഈ പറഞ്ഞ പോലെ വീണു 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 പക്ഷെ അതിൽ നിന്ന് പഠിച്ചു. ആൻഡ് എന്തൊരു കല്ല്, സ്പെഷ്യലി ഒരു ഇനിഷ്യേറ്റീവ്, എന്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തുടങ്ങണം, സ്പെഷ്യലി ഒരു വനിതാ നിലയിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നാലും ആദ്യം വരുന്നത് കല്ലുകൾ തന്നെയായിരിക്കും. പക്ഷെ ആ കല്ലെടുത്ത് നമ്മൾ കൊട്ടാരം പണിയുക എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ ചെയ്തത്. സോ എല്ലാ പ്രോജക്ട്സ് എടുത്ത് നോക്കിയാലും ഇനിഷ്യേറ്റീവ്സ് എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ്. നെവർ ഗീവ് അപ്പ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആൻഡ് എന്നാണെങ്കിലും ജസ്റ്റിസ് നമുക്ക് കിട്ടും. ആൻഡ് സത്യമേവ ജയതേ, സത്യം തന്നെ എന്നാണെങ്കിലും ജയിക്കും. അത് ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. സ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണെങ്കിൽ, ഒരു കുട്ടീനെ പോലെയാണ് നമ്മളൊരു സ്ഥാപനം നമ്മൾ പ്രസവിക്കുന്നത്. അത് ഒരു 10 വർഷം കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചാലും നമ്മളത് ഗിവ് അപ്പ് ചെയ്യരുത്. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്, ചാലഞ്ചിങ്, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളൊരു കാര്യം. ഐ വിൽ നെവർ ഗിവ് അപ്പ്. സ്പെഷ്യലി ഞാൻ മാത്രമല്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതിനോടൊപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അത് തന്നെയാണ് നമുക്ക് തരുന്നത്.